ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ വിരട്ടിയതാണ്. അപ്പൊ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയൊരു സവാള, ഒരു അര കഷ്ണം തക്കാളി, 2 പച്ചമുളക്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. ഇത്രയുമാണ് വേണ്ട സാധനങ്ങൾ. ഞാൻ ഇന്നത് തയ്യാറാക്കുന്നത് ചട്ടിയിലാണ്. നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, തക്കാളി എന്നിവ ചേർക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ ഉപ്പൊന്ന് നോക്കാം. ഇതിപ്പോ ഉപ്പൊക്കെ പാകണം. അപ്പൊ നിങ്ങൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോ ചട്ടി ഇല്ലെങ്കിലും നമുക്ക് സാധാ പാനിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ ചെറിയ തീയില് നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചിക്കനെ വേവുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് അതന്നെ മതിയാവും. നമുക്കിനി പാത്രം അടച്ച് ചിക്കനെ ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്നിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇടയ്ക്ക് പാത്രം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് വറ്റിയിട്ടൊന്ന് കുറുകി വരണം. അപ്പൊ നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്കൊന്ന് താളിച്ച് വയ്ക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായാല് നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം.
ഇനി സവാള മൂത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. ഇപ്പൊ സവാള മൂത്ത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ വിരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് ഭയങ്കര ടേസ്റ്റുമാണ് കഴിക്കാൻ. നമുക്ക് പഴയ കാല ഓർമ്മ വരുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.